ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇന്ന് ബിഗ് ബോസ് കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ ഉണ്ടായിരുന്നവരും ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടവരും കൂടാതെ ബാക്കിയുള്ളവരിൽ നിന്ന്, ക്യാപ്റ്റൻ ഒഴികെയുള്ളവരിൽ നിന്ന് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് ആരൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഇന്നത്തെ നോമിനേഷൻ പ്രോസസ്സ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പുതിയതായിട്ട് വന്ന 5 വൈൽഡ് കാർഡുകളും ക്യാപ്റ്റനായിട്ടുള്ള നെവിനും ഒഴികെ സകലരും നോമിനേഷനിലേക്ക് പോയിരിക്കുന്നു എന്ന വിചിത്രമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാം തരം ഡിസിഷൻ. വീക്കായിട്ടുള്ള പ്ലേയേഴ്സ് പുറത്തു പോകട്ടെ, 2, 3, 4 പേര് പുറത്തു പോകട്ടെ, നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവിടെ ഗെയിം കളിക്കുന്നവർ, അത് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ഗെയിം കളിക്കുന്ന റെന ഫാത്തിമയാണെങ്കിലും ശരി, ആര്യനാണെങ്കിലും ശരി, അല്ലെങ്കിൽ അക്ബറോ ഷാനവാസോ അനിമോളോ, ഇവരാരാണെങ്കിലും, അനീഷ്, നൂറ, ആദില, ഇങ്ങനെയുള്ള കളിക്കുന്നവർ അതിനകത്ത് നിൽക്കട്ടെ. ഒരു ഗുണവും ഇല്ലാതെ വെറുതെ കാഴ്ച കാണുന്നവർ പുറത്തു പോകട്ടെ. ബിഗ് ബോസിനകത്ത് ഡിസർവിംഗ് ആയിട്ടുള്ളവർ മാത്രം നിൽക്കട്ടെ. ബിഗ് ബോസിന്റെ ഈ വീക്കിലെ ഡിസിഷൻ എന്തുകൊണ്ടും നന്നായി. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അടുത്ത ആഴ്ച 2, 3 പേരൊക്കെ ചിലപ്പോൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് നോക്കാം. ഇന്ന് നോമിനേഷനിൽ തെരഞ്ഞെടുത്തവര് അക്ബറുണ്ട്, ഷാനവാസ് ഉണ്ട്, അപ്പാനി ശരത്തുണ്ട്, ശൈത്യയുണ്ട്. അവരൊക്കെ ഇന്ന് ഇപ്പോൾ നോമിനേഷനിൽ തെരഞ്ഞെടുത്തവരാണ്. അനീഷ്, അവരെയൊക്കെ ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുത്തതാണ്. ഇതിന് പുറമെ എല്ലാവരും, ആര്യൻ, അല്ലെങ്കിൽ ഒണീല്, ജിസേല്, അനുമോള്, ആദില, നൂറ, അതായത് ഇന്ന് വൈൽഡ് കാർഡായിട്ട് വന്ന 5 പേരും ക്യാപ്റ്റൻ നെവിനും ഒഴികെ ബിഗ് ബോസ് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അത് സകലരും, രേണു സുധി അടക്കം, റെന ഫാത്തിമ അടക്കം സകലരും അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്. കളിച്ചത് ബിഗ് ബോസ് ആണ്. അതൊരൊന്നൊന്നര കളിയായി, ഗംഭീര കളിയായി. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.